ഏലപ്പാറയിൽ നിന്നും ചപ്പാത്തിലേക്ക് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ചാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ചപ്പാത്തിലെത്തിയ ഗണേശ വിഗ്രഹം വിവിധ പൂജകൾക്ക് ശേഷം പെരിയാറ്റിൽ നിമജ്ജനം ചെയ്തു. ചിങ്ങമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത്. ഇത്തവണ സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി. അന്നേ ദിവസം ഗണേശ പ്രതീകമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പ് വ്യക്തിനിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഗണേശന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ്. വിനായക ചതുർത്ഥി ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. ഗണനായകനായ ഗണപതി ഭഗവാൻ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും ഫലപ്രാപ്തിയിലെത്തിക്കും എന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച വിനായക വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര ചപ്പാത്ത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും പൂജകൾക്കും ആരതിക്കും ശേഷം പുണ്യനദിയായ പെരിയാറ്റിൽ ഗണേശ വിഗ്രഹ നിമജ്ജനം നടത്തി. ചിന്നാർ കാണിക്ക മണ്ഡപം, 4-ാം മൈൽ, കരിന്തരുവി തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ചപ്പാത്തിൽ എത്തിച്ചേർന്നത്. ചപ്പാത്ത് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം പ്രസിഡന്റ് KV സജു, ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് VP ബാബു, സെക്രട്ടറി മഹേഷ് എന്നിവർ നിമജ്ജന ഘോഷയാത്രയ്ക്കും നിമജ്ജനത്തിനും നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.